കാപ്പ ലംഘിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതിക്ക് അംഗത്വം നൽകി CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് അംഗത്വം നൽകിയത്. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത സ്വീകരണ പരിപാടിയിൽ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് ശരൺ ചന്ദ്രനെ മാലയിട്ട് സ്വീകരിച്ചത്. പത്തനംതിട്ട കുമ്പഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെ മാലയിട്ട് CPIMലേക്ക് സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ശരൺ ചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്ന് കാപ്പ 15(3) പ്രകാരം താക്കീത് നൽകി ഇയാളെ വിട്ടയച്ചിരുന്നു. ഇനി കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന താക്കീത് നൽകിയായിരുന്നു ശരൺ ചന്ദ്രനെ വിട്ടയച്ചത്. ശേഷം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ശരൺ ചന്ദ്രനെതിരെ 308 വകുപ്പ് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഈ കേസ് മൂലം കാപ്പ ലംഘിച്ചെന്ന പേരിൽ മലയാലപ്പുഴ പോലീസ് ശരൺ ചന്ദ്രനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശരൺ ചന്ദ്രനെ 308 കേസിൽ അറസ്റ്റ് ചെയ്തു. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ജൂൺ 23-ന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ശരൺ ചന്ദ്രൻ പുറത്തിറങ്ങി. തുടർന്നാണ് CPIM ജില്ലാ നേതൃത്വം ശരൺ ചന്ദ്രന് പാർട്ടി അംഗത്വം നൽകിയത്. പത്തനംതിട്ട കുമ്പഴയിൽ നടന്ന സ്വീകരണ പരിപാടി മന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്തത്. കാപ്പ 15(3) പ്രകാരം അറസ്റ്റിലായി റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതിക്ക് പാർട്ടി അംഗത്വം നൽകിയത് വിവാദമായിട്ടുണ്ട്. ശരൺ ചന്ദ്രനടക്കം 60 പേർക്കാണ് കുമ്പഴയിലെ സ്വീകരണ യോഗത്തിൽ പാർട്ടി അംഗത്വം നൽകിയത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.